വണ്ടി അവന്റെ വണ്ടി എടുത്തോണ്ട് വാ. എനിക്ക് വിഷം ഉടൻ പറ്റിയല്ലേ എന്റെ വണ്ടിയായി വണ്ടി അതങ്ങനെ പോവാം. ഇങ്ങോട്ട് വരായിരുന്നു. Guys, I am Rubustari. This is Ridhuharshmi. So, നമ്മളൊരു വ്ലോഗ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നും ഇല്ല. തോന്നുന്നത് എന്താണോ അതാണ് നമ്മുടെ കണ്ടന്റ്. ഊഞ്ഞാലാട്ടം, ചില്ലാട്ടം. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ചില്ലാട്ടം വ്ലോഗ്. ചില്ലാട്ടം വ്ലോഗ്. ഇംഗ്ലീഷ് ചില്ലാട്ടം. ഐ ആം ചില്ലാടൻ. ഞാൻ ആളും ഇയാളാട്ടും. നമ്മള് തിരിച്ചു നിൽക്കണം. അല്ല അങ്ങനല്ല, തിരിഞ്ഞിരി. ഇപ്പൊ നിനക്ക് പിടിക്കാനും പറ്റും. ഈ ആട്ട് എന്നെ തിരികെ ഇത് ഞാൻ 10 SSLC ചെയ്തെന്റെ പയ്യന ഇപ്പൊ തൊലയോടെ തെളിവുണ്ടാക്കല്ലേ തൊലയിൽ ഞാനെല്ലാം മേലിക്കൊട്ടുപോട്ടെ. നമുക്ക് സുഹൃത്തുക്കളെ ഇവിടെ ബ്രേക്ക് പിടിച്ചിരിക്കുന്നു. ഇനി നമ്മൾ കൊണ്ട് നമ്മുടെ ഫോൺ തറയിൽ കൊണ്ട് പലയിടത്തും വയ്ക്കും. എന്നിട്ട് വീഡിയോ ഓണാക്കും. സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആടലാണ് പരിപാടി. ഓക്കെ വരൂ. ഇതാണ് സുഹൃത്തുക്കളെ ഭൂമിയിലെ സ്വർഗം. സുഹൃത്തുക്കളെ നമ്മൾ ഈ പരിപാടിക്ക് എക്സ്പീരിയൻസ്ഡാണ്. പണ്ട് തൊട്ടേ നമ്മൾക്ക് ഈ പരിപാടി ഉള്ളതായിരുന്നു. നമ്മൾ വീണ്ടും ഈ പരിപാടിയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. നമുക്ക് ഇനി അടുത്തത് തോന്നുന്നതെല്ലാം ചെയ്യാം. ചൂണ്ടിടാൻ പോയ സാധനം എന്തേ തിരിച്ചു വന്നില്ലല്ലോ. സുഹൃത്തുക്കളെ ഒരു മണഗുണാഞ്ചൻ ചൂണ്ടയെടുക്കാനായി പോയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. വണ്ടി ഓടിക്കാൻ അറിയാത്തവൻ്റെ ഒരു വണ്ടി ഓടിച്ചിട്ടുണ്ട്. തമ്പുരാനറിയാം എവിടെ. അത് നമ്മൾ ഇതിനു മുമ്പ് ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സ്പെർട്ട് അല്ലാതെ അല്ല, പക്ഷെ ആ വ്ലോഗ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അത് നമ്മൾ ഉടനെ ഇറക്കുന്നതായിരിക്കും. അതെ. ഒരു പക്ഷേ ചിലപ്പോൾ ഇത് ഇറങ്ങി കഴിഞ്ഞായിരിക്കും അത് ഇറങ്ങുന്നത്. അതെ. എന്നാലും അത് ആ വ്ലോഗ് കാണണം. സൈക്കിളൊക്കെ വലിച്ചിട്ട് സുഹൃത്തുക്കളെ നമ്മുടെ വീരപ്പം വന്നിരിക്കുന്നു. പക്ഷെ ചൂണ്ടയില്ല. ചൂണ്ട എടുത്തോണ്ടിരാന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. പോക്കറിയാണോ ചൂണ്ട? ഇതാണോ ചൂണ്ട? ഇതാണോ നിന്റെ ചൂണ്ട? എന്റെ അപ്പാപ്പ വന്ന് കെട്ടു ഇത്. എന്ത് എനിക്കറിയത്തില്ല. നീ പിടി, ഞാൻ കമ്പടിച്ചു. അടിപൊളിയല്ലേ? വിഷ്വൽ ബ്യൂട്ടി. അതാ വഴിയിൽ നിന്നും ഒരു സുഹൃത്ത് വരുന്നു, ഒരു പട്ടാളക്കാരൻ. നമ്മളുടെ സുഹൃത്താണ്, പഴയ ഒരു സുഹൃത്താണ്. അതെ പഴയ സുഹൃത്താണ്, പട്ടാളക്കാരനാണ്. നിന്നത്രയ്ക്ക് കുറെ ദിവസമായിട്ട് നടക്കുന്നു. എന്റെ ഈ ഫോണില്ലേ, ഫോൺ പോയി സുഹൃത്തെ. എന്റെ ഫോൺ പോയിട്ടുണ്ട്. ഫോൺ പോയ കാരണം വളരെ സങ്കടത്തിലാണ്. പിള്ളേരുടെ കൂടെ വായ നോക്കി തിരിഞ്ഞ് നടക്കുവാണ് ചൂണ്ടയൊക്കെ ഇട്ട്. സുഹൃത്തുക്കളെ ഒരു വള്ളിയൊക്കെ തന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഇറങ്ങുന്നത് സ്ക്വയറിലാണ്. കാരണം ഈ അഡ്മിന്റെ തന്ത സ്ക്വയർ തന്തയാണ്. അഡ്മിൻ ആരാന്നറിയാലോ? ഋതുവർഷ്. നമ്മളുടെ പ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്തുവാ പറയുക, മനോഹരീതമായ പ്രകൃതിയാണ്. അതെ, പ്രകൃതി നിങ്ങൾ കൂടി സുഹൃത്തുക്കളെ ആരോ വരുന്നതുകൊണ്ട് നമ്മുടെ സുഹൃത്തായ പട്ടാളക്കാരനോട് അവിടെ ചെന്നപ്പോ പൊങ്ങല് കൂടെ ഒരു പിടിക്കാന്ന് പറഞ്ഞു പോയതാ. പിന്നെ അവിടെ ഇറങ്ങി 200 രൂപയ്ക്ക് മണ്ണയിലേക്ക് എന്റെ വണ്ടിയില്ലേ? എന്റെ വണ്ടിയില്ല. അതിന് എന്റെ വണ്ടിയില്ല. പട്ടാളക്കാരുണ്ട്, പട്ടാളക്കാരോട് പറ. വെള്ള വണ്ടി ആടെയാ?
എന്നാ ഈ വ്യസനം കൊടല് പറ്റുന്നുണ്ട് ഏഹ് കൊടല് പറ്റും വാ. ആ. വണ്ടി അവന്റെ വണ്ടി എടുത്തോണ്ട് വാ. ഇത് ആ വണ്ടിയിലാണോ എല്ലാ വണ്ടി എന്റെ ഒന്നുമല്ല. ഞാൻ എന്റെ കാറ്റൂരിയോട് കാണത്തുള്ളു. എന്ത് കളിക്കാൻ വ്ലോഗായത് Vlog. വ്ലോഗ് വേറെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക മനസ്സിലായോ? ഇപ്പൊ സിനിമയ്ക്കകത്ത് വരും. താക്കോലുണ്ടായിരുന്നു. എനിക്ക് വ്യസനം കൊടല് പറ്റിയല്ലേ. എന്റെ വണ്ടി ഇല്ലെന്ന് പറഞ്ഞ് മനസ്സിലാവത്തില്ല. വെള്ള വണ്ടി എന്റെ അല്ല. എന്നാ മറ്റേ വണ്ടി ഇവന്റെ വണ്ടിയാണ്. ഏത് വണ്ടി? ഇതൊക്കെ ആരൊക്കെയോ കൊണ്ടുവച്ചത്? എന്റെ വണ്ടിയായി വണ്ടി. ആരൊക്കെയോ എന്റെ വണ്ടിയാണ്. എന്റെ വണ്ടി അല്ലത്. അതങ്ങോട്ട് പോകാം. നമുക്കൊരു ചലഞ്ച് വെക്കാം. ഞാൻ ഓടത്തില്ല. എന്നെ ഓടി പിടിക്കാമെങ്കിൽ കാലി ഞാൻ കൊണ്ടുപോകും. ഓടാൻ പറ്റത്തില്ല. നീ വന്ന ഇങ്ങോട്ട് വരായിരുന്നു. ഞാൻ ഒന്ന് കൊണ്ടുവിട്ടെ. എന്റെ വണ്ടി ഇല്ലടേ. ഞാൻ ഇനി വെള്ളം മേടിച്ചരാ. വെള്ളം വാങ്ങി തരുന്നതിന്റെ അല്ല, എന്റെ വണ്ടി ഇല്ല. താക്കോല്ല, ഇത് പൈസ എന്റെ താക്കോലൊന്നും ഇല്ല. 3 രൂപ ചുട്ടിടാൻ ചോരന്റെ അല്ല, എന്റെ വണ്ടി ഇല്ലെന്ന്. കൊണ്ടുവിട്ടേ. ആ ഇനി അങ്ങോട്ട് വെള്ളം കൂച്ചാനായിട്ട്. ബോംബെയിലെ വെള്ളം മാറി. എന്താണ് മാമനെ നീ കൊണ്ടുവിടാത്ത? പാവം പിടിച്ച മാമൻ വിഷമമായി കാണും, ഫീലായി കാണും അല്ലേ? ആ ചലഞ്ച് നമ്മുടെ ചമ്പോളി പൊന്നരക്കുട്ടന്റെ മോൻ ഏറ്റെടുത്തിരിക്കുന്നു. ചമ്പോളി പൊന്നരക്കുട്ടന്റെ മോനാണത്. ഈ വണ്ടി കാറ്റൂരിട്ടത്. എവിടാ ഡെയിലി ദൈനംദിനമായ ജീവിതത്തിൽ ഒരുപാട് വള്ളികൾ നമുക്ക് നേരെ വരും. നമ്മൾ അതിൽ നിന്നെല്ലാം എസ്കേപ്പായി ജീവിക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അല്ലാതെ ഈ വള്ളികളൊക്കെ കയറി പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം വളരെ ഊമ്പലായിരിക്കും.